എന്തായാലും മോളെ കുഞ്ഞ് ഉറങ്ങിയാ? ഉറങ്ങിയില്ല, ഇനി എപ്പോ ഉറങ്ങാനാ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുട്ടിക്ക്? ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, തോളിലിട്ട് തട്ടി കൊടുക്ക്. എന്നിട്ട് ഉറങ്ങണില്ലെങ്കിൽ ആ കിടക്കിൽ നിന്നിട്ട് കിടത്തിട്ട് ഒന്ന് രണ്ട് തട്ടിലൊക്കെ തട്ടി കൊടുത്തിട്ട് കുട്ടിനെ എന്തെങ്കിലും ഉറക്ക്. എന്നിട്ട് അടുക്കളേക്കൊന്ന് വാ. അടുക്കളയിൽ ഇഷ്ടംപോലെ പാത്രങ്ങൾ കിടക്കുക, ആ സിങ്ക് നിറയെ പാത്രങ്ങൾ, പോരാത്തിന് സ്ലാബ് നിറച്ച് അവിടെ ഇവിടെ ചീഞ്ഞ ചെറിയ പാത്രങ്ങൾ കിടക്കുന്നത്. അതൊക്കെ പെറുക്കി സിങ്കിലേക്ക് ഇടണമെങ്കിൽ സിങ്കിത്തെ പാത്രങ്ങൾ നോക്കിയാലല്ലേ പെറുക്കിടാൻ പറ്റുള്ളൂ. ഈ വീട്ടിലേക്ക് പുതിയതായിട്ട് വന്ന കുട്ടിയല്ലേ മറ്റത്, അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും അറിയോ? മാത്രല്ല, വേറെ വീട്ടിൽ നിന്ന് വന്ന കുട്ടിയല്ലേ, ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെ പറഞ്ഞിരിക്കാൻ നമുക്കറിയോ? നാട്ടും പ്രസവിച്ചിറക്കാന്ന് കരുതിട്ട് ഒന്നും ചെയ്യാൻ കൂടില്ല അങ്ങനെയൊക്കെ പറയില്ലേ. എന്നോട് ഇത്ത പറഞ്ഞതാണ്, കുട്ടി ഉറങ്ങിയിട്ടില്ലെങ്കിൽ കുട്ടിനെ പോയി ആട്ടിക്കാൻ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞതാണ്. അവരങ്ങനെയൊന്നും വിചാരിക്കില്ല. ഇത് ഇപ്പൊ ബാക്കി പണികളൊക്കെ ഞാൻ ചെയ്തില്ലേ, അങ്ങനെ വിചാരിക്കുന്ന കൂട്ടത്തിലല്ല. ഓക്കെ ഓക്കെ, ശരി ശരി. നിങ്ങളുടെ രണ്ടുപേരുടെ സംസാരം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫോണിലായതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. ഞാനാണ് അവളോട് പറഞ്ഞത് കുട്ടി കറിയാണെങ്കിൽ കുട്ടീനെ ഉറക്കിയതിന് ശേഷം നമുക്ക് പണികൾ ഒരുമിച്ച് ചെയ്യാന്നുള്ളത്. പിന്നെ ഉമ്മാക്ക് വയ്യെങ്കിൽ ഉമ്മ റെസ്റ്റ് എടുത്തോ. ഞാൻ വേറെ വീട്ടിൽ നിന്ന് വന്നതാന്നുള്ള ടെൻഷനൊന്നും ഉമ്മാക്ക് വേണ്ട കേട്ടോ. ഇതൊക്കെ എല്ലാ വീട്ടിലുള്ളത് തന്നെയല്ലേ. ആ അത് ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കാണ് പ്രശ്നം. എന്നൊരു കാര്യം ചെയ്യും, രണ്ടുപേരും ഒരുമിച്ച് പണികളൊക്കെ ചെയ്ത് മിണ്ടിയും പറഞ്ഞിരിക്കുക. ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഒട്ടും വയ്യ.